ഹലോ, ഇന്ന് നമ്മളിവിടെ ഞണ്ട് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. ഇന്ന് നമുക്ക് ഞണ്ടാട്ട കിട്ടിയത്. എല്ലാ ദിവസവും ഉണ്ടല്ലോ മീൻകറി മീൻ ഫ്രൈ ഒക്കെ കഴിക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞണ്ടൊക്കെ അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. വലിയ സവാളയാട്ടോ ഞാൻ എടുത്തത്, ചെറുതാണെങ്കിൽ 3 എടുക്കണം. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്ത് സവാളേനെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ കളറൊന്നും ആവണ്ട, ഒന്നിങ്ങ് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇതാണ് അതിൻ്റെ പരുവം. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. അത് കാശ്മീരി മുളക് പൊടി ആട്ടോ എടുത്തത്. പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയാണ്ട് പൊടീൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും മീൻ കഴിക്കുന്നതല്ലേ, അപ്പോൾ ഇന്നൊന്ന് ഞണ്ടാക്കാമെന്ന് വിചാരിച്ച് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ പൊടീൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം. വെന്തുടയാണ്ട് ചേർത്ത് കൊടുത്താലും ഞണ്ടിലൊന്നും പിടിച്ച് കിട്ടൂല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ തക്കാളി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടിനെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞണ്ടിനെയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഈ മസാലയൊക്കെ ഞണ്ടിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം നമ്മൾ ചേർക്കണം, പക്ഷേ ഇപ്പോഴല്ല, ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഞണ്ടിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞണ്ടിന് അധികം വേവൊന്നുമില്ല, വേവ് കുറവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരു 9 മിനിറ്റ് ആട്ടോ അതിൻ്റെ കണക്ക്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരു 9 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് കുരുമുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞണ്ട് എരിവ് കൂടുതൽ വേണം, അപ്പോഴേ അതിന് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പും കൂടെ അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.